ഈ പറയുന്ന 5 ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ പതുക്കെ പതുക്കെ ദിവസം ചെയ്യുന്ന സമയത്ത് ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളാണ് പിന്നീട് പിടിപെടുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ സരസ്യ കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. നമ്മളെപ്പോഴും ചിന്തിക്കും ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ട്, അതായത് ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളൊക്കെ വരുന്നത് ഒന്നുകിൽ റേഡിയേഷൻ കൊണ്ട് അല്ലെങ്കിൽ ജെനറ്റിക്സ് കൊണ്ടായിരിക്കും എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ചെറുത് എന്ന് വിചാരിക്കുന്ന നിസാര കാര്യങ്ങളെ പിന്നീട് അങ്ങോട്ട് ഈ ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളിലോട്ടേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അതുമാത്രമല്ല, വേറെ ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ സ്മോക്കിംഗ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആൽക്കഹോൾ കഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു രീതിയിലെ ടെൻഷനും വേണ്ട, എനിക്കൊരിക്കലും വരില്ല, ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒരു സൈഡായിട്ട് ഓരോ പാർട്ടാണ്. അപ്പോൾ അതിലൊക്കെ മെയിനായിട്ടുള്ള ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആൽക്കഹോൾ സ്മോക്കിംഗ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ജെനറ്റിക്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും ക്യാൻസർ വരും, അല്ലെങ്കിൽ ഞാൻ റേഡിയേഷൻ കൂടുതലായിട്ട് എക്സ്പോഷർ, ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലെ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരില്ല. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. ഇനി നമുക്ക് നോക്കാം ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സുകൾ. ഫസ്റ്റ് വണ്ണാണ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഇപ്പോൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അമിതവണ്ണം കുടവയറും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ പട്ടിണി അങ്ങ് കിടക്കുക. രാവിലെ കഴിക്കില്ല, ഉച്ചക്ക് വേണ്ടിക്ക് അല്പം കഴിക്കും, രാത്രി പിന്നെ തീരെ കഴിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. എല്ലാ ആവശ്യത്തിന് വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ കിട്ടാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ കഴിക്കാത്ത സമയത്ത് സ്ട്രെസ് ഹോർമോൺ, അതായത് കോർട്ടിസോളാണ് അവിടെ കൂടുന്നത്. അപ്പോൾ ഇതുമൂലം ഹോർമോണൽ ഇംബാലൻസ് വരുന്നു, മെറ്റബോളിസത്തിന് പ്രോബ്ലം വരുന്നു, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പിന്നീട് ഏതിലോട്ടേക്കാണ് വരുന്നത്? ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളിലേക്ക്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പട്ടിണി കിടപ്പ് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് പ്രോബ്ലം വരും. പിന്നീട് ചെറിയ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക്, അതായത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും, സെൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നീട് കോംപ്ലിക്കേഷനിലോട്ടേക്കാണ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇനി രണ്ടാമത്തതാണ് എക്സസ് ഷുഗറും അതുപോലത്തെ ജങ്ക് ഫുഡും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട്, അതായത് ഫ്രക്ടോസ് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ശരീരത്തിൽ നീർക്കെട്ട് കൂടാൻ സാധ്യത. അതായത് എക്സസ് ഷുഗർ, അതായത് ഷുഗർ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ കയറുന്ന സമയത്ത് അവിടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവും, പിന്നീട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൽ ട്രാൻസ്ഫാറ്റ് ഉണ്ട്, അഡിറ്റീവ്സ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഒരുപാട് ആവുന്ന സമയത്ത് ലിങ്ക് ചെയ്യുന്നത് ഒന്ന് ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ട്, രണ്ടാമത്തത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിസ്കിലോട്ടേക്കാണ് പോകുന്നത്. മൂന്നാമത്തതാണ് യൂസിങ് പ്ലാസ്റ്റിക്, അതുപോലത്തെ ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള കുക്കിംഗ് വെസൽസ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ, ഈ ഒരു ടെഫ്ലോൺ, അതായത് കോട്ടിങ് ഉള്ള പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കയറുന്ന സമയത്ത് ക്യാൻസർ റിലേറ്റഡ് പോലത്തെ ഇഷ്യൂസുകളൊക്കെയാണ് വരുന്നത്. ഇത് ക്രോണിക് അമിതമാവുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ചെറിയ സിംറ്റംസ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക, പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്. ഒന്ന് നമുക്ക് പറയാം തൈറോയ്ഡ് പോലത്തെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് കയറുന്ന സമയത്താണ്. അതിലൊന്ന് ഈ ഒരു കാരണം കൊണ്ടാണ്, അതായത് ഈ ടെഫ്ലോൺ പോലത്തെ ഉപയോഗിക്കുന്ന സമയത്ത്. ഈ ടെഫ്ലോൺ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ടോക്സിൻസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ചില ആൾക്കാർ പ്രീ ഹീറ്റ് ഒക്കെ ചെയ്യും, അപ്പോൾ ഈ സമയത്തൊക്കെ ടോക്സിൻസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഷായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രാച്ച് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ടെഫ്ലോൺ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കഷ്ണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മാക്സിമം ഒഴിവാക്കുക. അതിനായിട്ട് ഇരുമ്പ് ചട്ടിയിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെത് അതും ഓക്കെയാണ്. ഇങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ സെറാമിക് ആണെങ്കിലും അതും ഓക്കെ ആണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ രീതിയിലൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ സേഫാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നാലാമത്തതാണ് റീയൂസ് ചെയ്യുന്നത്, അതായത് കുക്കിംഗ് ഓയിൽ. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത ഓയിൽ വീണ്ടും നമ്മൾ സെയിം ഓയിൽ വീണ്ടും ഉപയോഗിക്കുക, അതായത് വെജിറ്റബിൾ ഓയിൽ എന്താണെങ്കിലും. അപ്പോൾ അതിൽ നിന്ന് ടോക്സിക് കോമ്പൗണ്ട്സ് ആണ് റിലീസ് ചെയ്യുന്നത്, അതായത് അക്രിലമൈഡും ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഹെൽത്തി സെൽസിനെ
ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് അതുപോലെ തന്നെ കോളോറെക്ടൽ പോലത്തെ ക്യാൻസറിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഓയിൽ, ആ സെയിം ഓയിൽ നാളത്തെ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുണ്ടാകും, നമുക്ക് വീണ്ടും ഈ ടോക്സിൻസ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ടേക്ക് കയറി ചെല്ലുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ സമയത്തുള്ള ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, ചിലവ് ചുരുക്കുകയല്ല വേണ്ടത്. ഇത് പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എത്രത്തോളം പൈസകളാണ് ചിലവാക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡീപ് ഫ്രൈ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ആ ഒരു രീതി ചിന്തിച്ചാൽ തന്നെ ബാക്കിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ എടുക്കാവൂ. അതും കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന വേണം ഇത് രണ്ടും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി 5ാമത്തെ കാര്യമാണ് സിറ്റിംഗ് ഫോർ ലോ ഹവേഴ്സ്. അതായത് ഒരു 15 മിനിറ്റ് അത്ര മതി. അതിൽ കൂടുതലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നവർ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ളത് ഒഴിവാക്കുക. അത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ഈ രീതി ഒഴിവാക്കി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മെറ്റബോളിസം കുറയാൻ സാധ്യതയുണ്ട്, ഫാറ്റ് സ്റ്റോറേജ് കൂട്ടും, പിന്നീട് ഹോർമോണൽ ഇംബാലൻസ് ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്മോക്ക് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം വലിയ രീതിയിലൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിലോട്ടേക്കാണ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെയും ഈവനിങ്ങും കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ വാക്കിങ്ങിൻ്റെ കാര്യത്തിൽ 10,000 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ അത്യാവശ്യം നടക്കാൻ വേണ്ടിയിട്ടും നോക്കണം. അപ്പം ഞാൻ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ സരസ്യ കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.